ലോർഡ്. എനിക്കൊരു ബോധ്യം കിട്ടിയത് പലപ്പോഴും നമ്മൾ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ പാപിയാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് 100% വിശ്വാസമാണ്, ഞാൻ എത്ര പാപിയാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് രക്ഷയുണ്ട്, ദൈവത്തിൻ്റെ കരുണ എനിക്ക് കിട്ടുമെന്ന് ഒത്തിരി ബോധ്യം. അപ്പം നമ്മുടെ സഹോദരങ്ങൾ ഇതേപോലെ അവസ്ഥയിൽ കടന്നു പോകുമ്പം, പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ മീഡിയാസിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടെത്തുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു കാറ്റഗറിയിൽ പെടുത്തും, ഇദ്ദേഹം ഇന്ന കാറ്റഗറിയിലുള്ള ഇങ്ങനെ. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ വ്യക്തിക്ക് കർത്താവിൻ്റെ കരുണ ആവശ്യമാണെന്നോ ആ വ്യക്തിക്ക് കരുണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണോ എന്നുള്ള ഒരു ബോധ്യത്തിൽ നമ്മളെത്തും. അപ്പം ഈ ഒരു ബോധ്യം, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും എനിക്ക് കർത്താവിൻ്റെ കരുണ കിട്ടും, ഞാൻ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന അതേ ബോധ്യത്തിൽ തന്നെ മറ്റെല്ലാവരും അതിന് അർഹരാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ ആ ഒരു ചിന്തയിലാണ് കടന്നുപോയത്. അതോടൊപ്പം ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് ടൈമിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മിറക്കിൾ സംഭവിക്കുമെന്നായിരുന്നു ഇങ്ങനെ എക്സ്പെക്റ്റേഷൻ, വീഡിയോയുടെ എക്സ്പെക്റ്റേഷൻ. പക്ഷേ സംഭവിച്ചത് മാനസാന്തരമായിരുന്നു. അപ്പോൾ നമ്മളും പല സർക്കംസ്റ്റൻസിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇങ്ങനെ ആവണോ, അല്ലെങ്കിൽ ഇതിങ്ങനെ മാറിപ്പോകും, ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ ആയിരിക്കും. പക്ഷെ അതിലുപരി മറ്റുള്ള വ്യക്തികളിലെ മാനസാന്തരം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിച്ചേരാനും കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്.